ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഹാൻജോയിലുള്ള ലിങ്ഷാൻ കേവിലേക്കാണ്. ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കാനായി ഞങ്ങളുടെ ഫ്രണ്ട് മിയയും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴികളിൽ മനോഹരമായ കാഴ്ചകൾ, രണ്ട് സൈഡും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ നടന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെയ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഒരുപാട് തിരക്കുള്ള ദിവസവുമായിരുന്നു ഞങ്ങൾ പോയത്. പോകുന്ന വഴികളിൽ ഭക്ഷണ സാധനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ. അങ്ങനെ മിയയാണ് ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. 199 RMB ആണ് ടിക്കറ്റ് ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. എല്ലാ ആക്ടിവിറ്റിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 199 RMB ഒരാൾക്ക് വെച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്നും ഒരു ബസ്സുണ്ട് അവിടേക്ക് കേവിലേക്ക് പോകുന്നത്. ഈ ബസ്സിൽ കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ ചെന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങളങ്ങനെ കയറിയിരുന്നു. അപ്പോഴേക്കും ബസ് ഇപ്പോൾ വിടില്ല, കാരണം ബസ് ഫുള്ളായതിന് ശേഷമേ ബസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അവിടെ നിന്ന്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ റോഡിന് ഇരുവശത്തുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യണം. അങ്ങനെ ഒരു മലമുകളിലേക്കാണ് ഈ ബസ്സിലൂടെ യാത്ര. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ബസ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് കേവിലേക്ക് പോകുന്ന വഴിയാണിത്. അവിടെ നിന്ന് നടക്കാനുണ്ട് 20 മിനിറ്റോളം. നടന്ന് വേണം അതുകൊണ്ട് കേവ്സിലേക്ക് കയറാനായിട്ട് പോകുന്നതിന്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴികളിലും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് റോഡിന് ഇരുവശത്തും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു സമയമായിരുന്നു അത്. കാരണം ഇവിടെ മെയ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ ആ കേവിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ പോകുമ്പോൾ ആളുകളെല്ലാം അത്യാവശ്യം ഫുഡെല്ലാം കയ്യിൽ കരുതിയിട്ടാണ് അകത്തേക്ക് പോകുന്നതും. കാരണം അവിടെ നമുക്ക് ഒരുപാട് ഫുഡുകളൊന്നും അവിടെ കിട്ടില്ല. അത് കാരണം എല്ലാവരും ഒരു കുറച്ചൊക്കെ ഫുഡ് കയ്യിൽ കരുതുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുന്ന കാഴ്ചയാണ്. ഞങ്ങളവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് ഞങ്ങളകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ അതിനുള്ളിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഭംഗിയുള്ള ലൈറ്റുകളും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ രീതിയിൽ അകത്തേക്ക് കയറുന്നത് തന്നെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് അതിനകത്ത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. അകത്തേക്ക് ആദ്യം കയറിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഉള്ളിലേക്ക് കയറും തോറും വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. അതിമനോഹരമാണ് ഇതിനകത്തെ കാഴ്ചകൾ. പ്രത്യേകിച്ചും അതിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ലൈറ്റിങ് ഇതെല്ലാം നാച്ചുറലാണ് കേട്ടോ. പ്രകൃതിദത്തമായ ഒരു ഗുഹ അവർ ഡെവലപ്പ് ചെയ്ത് അതിൽ കൂടെ വഴികളുണ്ടാക്കി വിട്ട്, പക്ഷേ അതിനുള്ളിൽ സൈഡിൽ കാണുന്നതെല്ലാം വളരെ നാച്ചുറലാണ് കേട്ടോ. എന്നിട്ട് അതിലെല്ലാം അവർക്ക് വാർണിംഗ് സൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടന്ന് മുന്നോട്ട് പോകാം. കുറച്ച് നടപ്പെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കയറ്റമാണ് മൊത്തം. ഒരു മല നമ്മളൊരു 2-2.5 കിലോമീറ്ററോളം കുത്തനെ കയറി പോകുന്ന രീതിയിലാണ് ഈ ഗുഹ അവർ ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. എല്ലാം ലൈറ്റിങ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. ഒരു 15 മുതൽ 18 ഡിഗ്രി തണുപ്പാണ് അതിനുള്ളിൽ. അപ്പം ചിലയിടത്ത് നമ്മളിങ്ങനെ കുനിഞ്ഞൊക്കെ പോകണം തലയിടിക്കുക. പക്ഷേ എല്ലാം നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ. അത് എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ പതിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു നേരെ നടക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പം കയറ്റമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോകാം. ഞങ്ങളുടെ കൂടെ ഈ കാഴ്ചകളെല്ലാം നിങ്ങളെയും കാണിക്കാം കേട്ടോ. ഒത്തിരി ഫോട്ടോ പോയിൻറ്റുകളുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ക്ലിക്കുകൾ ചെയ്യുന്നുണ്ട്. അതിമനോഹരം. എങ്ങനെ ഇതിനകത്ത് കാണുന്നതിന് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് ക്യാമറയിൽ കാണുന്നതിലും അതിമനോഹരമാണ് നേരിട്ടുള്ള കാഴ്ച. അവിടെയെല്ലാം വെള്ളക്കെട്ടുകളും ചെറിയ ചെറിയ തടാകങ്ങൾ പോലെയും എല്ലാം നാച്ചുറലാണ് കേട്ടോ. അപ്പം അതിനകത്ത് നല്ല തണുപ്പെന്ന് വെച്ചാൽ ഒരു AC റൂമിൽ പോകുന്ന പുറത്ത് ആൾറെഡി ഒരു 21-22 ഡിഗ്രി തണുപ്പേ ഉള്ളൂ. ഉള്ളിൽ 16 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ കാണിക്കുന്നുള്ളൂ. ഉള്ളിൽ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് കോഫി കുടിക്കാനായിട്ട്. പിന്നെ ഭക്ഷണങ്ങളൊന്നും അവിടെ കിട്ടാനുള്ള ചാൻസുകളില്ല. എല്ലാവരും ഭക്ഷണവും വെള്ളവും എല്ലാം കരുതിയാണ് കയറുന്നത്. ഒരു മല കയറുന്ന, അതായത് ട്രക്കിങ്ങിനൊക്കെ പോകുന്ന അതേ ഒരു തയ്യാറെടുപ്പോടെയാണ് എല്ലാവരും ഇതിനകത്തേക്ക് കയറുന്നത് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ പരിമിത അറിവുകളെ മാനിച്ച് ഞങ്ങൾ കുറച്ച് ഭക്ഷണം കയ്യിൽ കരുതിയിട്ടുണ്ട്. വെള്ളം അത്ര 1-2 കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പം മുന്നോട്ടുള്ള നടപ്പാണ്. നടന്നു പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനുള്ളിലൊരു തടാകം, വഞ്ചി അങ്ങനെയൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതിനുള്ളിൽ പലയിടത്തും കേവിനുള്ളിലെ ടെമ്പറേച്ചർ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ഇതൊരു വലിയൊരു സ്പേസ് ആയതുകൊണ്ട് തിരക്ക് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. കാരണം പല സ്ഥലങ്ങളിലായിട്ട് ആൾക്കാർ സ്പ്രെഡായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം പോകുന്ന വഴികളിൽ കുറേ കുട്ടികളുമുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ചും അവധിയായതുകൊണ്ട് കൊച്ചു കുട്ടികളുണ്ട്. പിന്നെയും ഞാനും അത്ഭുതപ്പെട്ടു. തീരെ പൊടി കൊച്ചുങ്ങളെയും കയ്യിൽ വെച്ച് ചില അമ്മമാരും ഒക്കെ വരുന്നുണ്ട്. അവരെങ്ങനെ ഇതൊക്കെ കയറുമെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. എന്തായാലും നോക്കാം മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. എന്തായാലും ഈ കാഴ്ചകൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. കാണാത്ത ആൾക്കാർക്ക് കാണിക്കാമെന്നുള്ള കരുതലിലാണ് എല്ലാം തന്നെ ഇതിനകത്ത് വച്ചിരിക്കുന്നത്. ഫാസ്റ്റ് ഫോർവേഡൊന്നും വീഡിയോ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ കണ്ട അത് മനോഹാരിത അതേ രീതിയിൽ എല്ലാവരിലേക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. അപ്പം വഴിയിൽ കാണുന്ന ആ ഒരു വെള്ളത്തിൻ്റെ കെട്ടുകൾ, അതായത് ഒരു തടാകം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ എല്ലാം ലൈറ്റിംഗ് ആണ്. ലൈറ്റുകൾ ഫോക്കസ് ചെയ്ത് അതിനെ മനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഗുഹയ്ക്കുള്ളിൽ കടക്കുമ്പോൾ ഉള്ള ആ ഒരു ഇരുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. പല കളറിലുള്ള ലൈറ്റുകൾ, അതായത് സ്വർഗത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്ന പോലത്തെയുള്ള ഒരു മനോഹരമായ കാഴ്ചകളാണ്. അതായത് ഈ സിനിമകളിലൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭംഗിയൊക്കെ ഇവിടെ നമുക്ക് നാച്ചുറലായിട്ട് കാണാൻ പറ്റുന്നു. പാറകളെല്ലാം ആ കൊത്തുപണികളും എല്ലാം തന്നെ അതിൽ നാച്ചുറലി ഉണ്ടായിരിക്കുന്നതാണ്. അതിലവരൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനെ അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി. 2 മലകളാണ്. ഈ 2 മലകളും അവരൊരു നല്ലൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്തു. ഇതിനുള്ളിൽ കേവ്സ് പലതുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വാട്ടർ ഡ്രിഫ്റ്റിംഗ് ഉണ്ട്.
പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിട്ട്, ആർട്ടിഫിഷ്യലല്ല, നാച്ചുറൽ തന്നെ വെള്ളച്ചാട്ടം. പക്ഷെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ എന്തോ, ഞാൻ സിനിമകളിലൊക്കെ അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ. അതൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു നല്ലൊരു ഭാഗ്യമായാണ് തോന്നിയത്. നടക്കുന്നതൊരു തയ്യാറായി തന്നെ വന്നോളാം കേട്ടോ. അപ്പോൾ അത്ര വളരെ നടപ്പാണ്. ഇതിൽ പുറത്ത് വാർണിംഗ് സൈൻ എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് കയറണം, അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ വാർണിംഗ് സൈൻ പുറത്ത് എഴുതിയിട്ടുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെല്ലാം നടന്ന് കയറുകയാണ്. പിന്നെയാണ് കയറ്റം തുടങ്ങുന്നത്. ഇനിയാണ് കയറ്റം. ആ കാണുന്നത് കണ്ട് ഏറ്റവും മുകളിൽ അറ്റം വരെ കാണാം. അത് ഒരു 2.5-3 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കണം കേട്ടോ. അത്രയും ബുദ്ധിമുട്ടാണ്. അത് തുടക്കത്തിൽ കയറ്റം, അതായത് പതുക്കെ നമ്മൾ കയറുന്നത്. പിന്നെ അങ്ങോട്ട് ഭയങ്കര കുത്തനെയുള്ള കയറ്റം. പക്ഷെ ഉള്ള നല്ല കാര്യമെന്ന് വെച്ചാൽ ചെറിയ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകളിൽ നമുക്ക് പിടിച്ച് കയറാനായിട്ട് 2 സൈഡിലും കൈവരികളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, ഇപ്പോൾ വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് വീഡിയോയിൽ നിങ്ങളെ ഭംഗി കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് നമ്മൾ ചെറുപ്പത്തിൽ മുട്ടിലെഴയുന്ന പോലെ മുട്ടുകുത്തി കൈ പിടിച്ച് കയറുന്ന അവസ്ഥകളും വന്നു. അതൊക്കെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. നല്ല രസമായി തോന്നിയത്. കഥയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അണച്ചണച്ചാണ് കയറുന്നത് കേട്ടോ. ഒരു കൊച്ചു കുട്ടിയുമായിട്ട് ഒരാൾ, കുട്ടിയാണെങ്കിൽ ഭയങ്കരമായ അലറി കരയുകയാണ്. കാരണം തണുപ്പാണെങ്കിൽ പോലും നമുക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടുള്ളിൽ. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് വല്ലാണ്ട് തോന്നി, ഭയങ്കരമായിട്ട് കരയുന്നത്. എന്നാലും എന്താ, അവരെ കുട്ടീനെയും എടുത്തുകൊണ്ട് കയറുകയാണ്. ചൈനക്കാർ അതൊന്നും വിടില്ല. അവർ പട്ടി കുട്ടി എല്ലാവരുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പട്ടികളെ കൊണ്ടുവരുന്ന ആൾക്കാരുമുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടത്തിലെ മിയയും കയറി വരികയാണ്. പിന്നെ ഞങ്ങൾ സൈഡിൽ ഇവർ പാറകൾ കൊണ്ട് തന്നെ ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്കവിടെ തളർന്ന് വരുമ്പോൾ നമുക്കവിടെ പോയി ഇരിക്കാം, വിശ്രമിക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കയറി വരുന്നവരുടെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കേട്ടോ. കയറ്റം അങ്ങോട്ട് കയറുന്ന ശരിക്കും ഒരു ചെറിയ വഴിയിലൂടെ നമ്മൾ കുനിഞ്ഞൊക്കെ കയറിപ്പോണം. പക്ഷെ നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ബോറടിക്കില്ല, ക്ഷീണിക്കുമെങ്കിലും. ഇത്രയും ഒരു 1.5-2 മണിക്കൂർ നടന്ന് കയറുന്ന ഒരു കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിലും പക്ഷെ നമുക്കൊരു ഒരു പ്രത്യേക അനുഭവമാണ്. അതൊക്കെ നടന്ന് ഓരോരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എത്ര സുന്ദരമാണെന്നറിയാമോ കാഴ്ചകൾ, അതിമനോഹരം. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഓരോ ലെവല് കുറേ കയറി ചെന്നതിന് ശേഷം ഒരു ലെവലിൽ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ ഉണ്ട്. അതെല്ലാം നാച്ചുറലാണ് കേട്ടോ. പിന്നെ മുകളിലേക്ക് പിന്നെയും കയറണം. നമ്മൾ സമാധാനിക്കുമോ, ഇനി കുറച്ച് നടന്നാൽ മതിയല്ലോ. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ പിന്നെയും കയറി ചെന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഫീൽ അവിടെ ചെന്നപ്പോൾ. അതായത് നമ്മളൊരു മുറിയിലേക്കൊക്കെ കയറി ചെല്ലുന്ന പ്രതീതി. അവിടെയാണെങ്കിൽ അവർ ആ നാച്ചുറലായിട്ടുള്ള സ്റ്റോൺ കൊണ്ട് തന്നെ ചെറിയ ഇരിപ്പിടങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം ആൾക്കാർക്ക് ഈ ഇടയ്ക്ക് വന്ന് വിശ്രമിക്കാനും അവർ കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനും വെള്ളമൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വിശ്രമിക്കാം. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടക്കാമെന്ന് തീരുമാനിച്ചത്. വളരെ തളർന്നെങ്കിൽ തന്നെയും നമ്മൾ പതുക്കെ നമ്മുടെ യാത്ര മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പതുക്കെ പിന്നെ നോക്കിയപ്പോൾ അവിടെ നോക്കിയപ്പോഴും അതിമനോഹരം ഒരു വെള്ളക്കെട്ട് ഉണ്ടാക്കി കണ്ടിരുന്നു അവിടെ. എന്താ ഭംഗി, കണ്ടാൽ അതിനകത്ത് ചാടി നമുക്കൊന്ന് കുളിക്കാൻ വരെ തോന്നും. അത്ര മനോഹരമാണ്. പക്ഷേ അതൊന്നും അലൗഡല്ല. നമുക്ക് അങ്ങനെ ഒരു സ്ഥലങ്ങളിൽ ഇറങ്ങാൻ അവിടെ അലൗഡല്ല. വാർണിംഗ് സൈൻ എല്ലായിടത്തും വച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും തന്നെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് കേട്ടോ. ആരും റൂളുകൾ ബ്രേക്ക് ചെയ്യുന്നില്ല. എല്ലാവരും അതിൻ്റേതായ ഡിസിപ്ലിനിൽ തന്നെയാണ് യാത്ര തുടരുന്നത്. അതും നല്ല ദൂരങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റി ഓഫീസേഴ്സൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മളുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാം അവിടെ നിൽപ്പുണ്ട്. അവർ ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട്. അങ്ങനെ നടന്ന് ചെന്നപ്പോഴാണ് വേറൊരു സ്ഥലം കണ്ടത്. എന്ത് ഭംഗിയാണെന്നറിയാമോ. കണ്ടോ, ഈ കാഴ്ച കണ്ടാൽ നമ്മൾ എങ്ങനെ സ്വർഗ്ഗ കവാടം കടന്നു പോകുക എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് റിയൽ ഫീൽ ചെയ്യുന്നത് പോലെയാണ് അതിൻ്റെ കാഴ്ചയും മനോഹാരിതയും തോന്നിയത് കേട്ടോ. ആ ലൈറ്റിങ്ങാണ് അതിൻ്റെ മനോഹരം. പല സ്ഥലങ്ങളിലും പല ലൈറ്റുകളും ഒക്കെ സജ്ജീകരിച്ച് ഇത്ര ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിലെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിലെ ഫുൾ പാക്കേജ്, അത് ഈ കേവിൽ കയറാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുക്കാം. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ടിക്കറ്റ് എടുക്കാം. പക്ഷേ എല്ലാം നമ്മൾ നന്നായി നടക്കണം, നന്നായി എക്സർസൈസ് ചെയ്യണം. അതുപോലത്തെ ഒരു ഇതാണ്. എല്ലാവരും വരുന്നത് തന്നെ ഒരു
ദിവസം മുഴുവനും നടന്ന് ഒന്ന് ശരീരം ഒന്ന് അനക്കാൻ പറ്റുന്നൊരു കാഴ്ചകളും അതിനനുസരിച്ചൊരു ആരോഗ്യപരമായ ഗുണവും ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. മുന്നോട്ട് നമുക്ക് നടക്കാം. എത്രത്തോളം ഇനി നടപ്പുണ്ടെന്ന് നമുക്ക് അറിയില്ല. നമ്മളും പ്രതീക്ഷിക്കുന്നത് എവിടെ വെളിച്ചം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് നടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇതിൻ്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എന്തു ചെയ്യുമെന്നൊന്നും അറിയില്ല കേട്ടോ. പെട്ടുപോകാമായിരിക്കാം. കാരണം അത്രയും നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ അവർ സംവിധാനങ്ങൾ ഉണ്ടാക്കി കാണാം. എന്തായാലും നമ്മൾ നോക്കും, മുകളിലേക്ക് പിന്നെ കയറുകയാണ് കേട്ടോ. എല്ലാവരുടെയും പ്രതീക്ഷ എവിടെയാണ് നമ്മൾ പുറത്തേക്കുള്ള വെളിച്ചം കാണുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര ഭംഗിയാണെങ്കിലും കുറേ കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതി എന്നുള്ളൊരു പ്രതീതിയുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ കാണിച്ചിരിക്കുന്ന കാഴ്ചകളിൽ പകുതിയും നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് ചിത്രീകരിക്കുന്നുണ്ട് എല്ലാവരെയും കാണിക്കാനായിട്ട്. അങ്ങനെ നടന്ന് പോയപ്പോൾ ഞങ്ങൾ മിയോട് ചോദിച്ചു, മിയെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ പുറത്തേക്കുള്ള വഴി? മിയ പറഞ്ഞു, അത് വരുന്നുണ്ട്, പുറത്തേക്ക് ഒരു ചെറിയ പ്രകാശം കാണുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി. നമ്മൾ സന്തോഷത്തിൽ ഒരു കുട്ടി കണ്ടോ, സന്തോഷത്തിൽ അവനെ ഓടി പുറത്തേക്ക് പോയി. കാരണം അതൊരു സമാധാനമാണ് കേട്ടോ. ഇത്രയും കയറി ക്ഷീണിച്ച് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും തീർന്നു എന്നുള്ളൊരു സമാധാനം. എന്തായാലും ആ കയറി വരുമ്പോൾ എന്താണ് അവിടെ എന്നുള്ള നമുക്ക് ഒരു സന്തോഷം കണ്ടോ. നമ്മൾ ഇത്രയും നേരത്തിന് ശേഷം ഒരു 2-2.5 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ സൂര്യപ്രകാശം കണ്ടു. സൂര്യനില്ലെങ്കിലും നല്ലൊരു വെളിച്ചം. പുറത്ത് നല്ല കാലാവസ്ഥയാണ് ഈ ഒരു സമയത്ത്. 21-22 ഡിഗ്രിയേ ഉള്ളൂ. ഉള്ളിലൊരു 15-16 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി പേര് എല്ലാവരുടെയും മുഖത്ത് ആ സന്തോഷം കാണാം കേട്ടോ, വെളിച്ചം കണ്ടതിൻ്റെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് വന്നപ്പോഴോ അവിടെ എല്ലാവർക്കും വിശ്രമിക്കാനും ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണവും, ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിലങ്ങനെ ഇവിടെയുള്ള ട്രഡീഷണൽ ഫുഡുകളായിരിക്കും കിട്ടുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ കിട്ടുന്നത്. എന്തായാലും ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ കരുതിയിട്ടുണ്ട്, ചെറുതായിട്ടുള്ള ഭക്ഷണങ്ങൾ കരുതിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു അവധിക്കാല ഒരു മൂഡിലാണ്. നോക്കി അവിടെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ കാഴ്ച കുറേ കാണിക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ബാക്കിയുള്ളത്. എല്ലാവരും അപ്പോൾ വരിക. ബൈ.